തിരുവനന്തപുരം മര്യനാട് വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളി മരിച്ചു. മര്യനാട് സ്വദേശി അലോഷ്യസാണ് മരിച്ചത്. കരയിൽ നിന്നും അധിക ദൂരമില്ലാതെയാണ് വള്ളം മറിഞ്ഞത്. വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നുണ്ടൊപ്പം. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴാണ് സംഭവം നടന്നത്? എങ്ങനെയായിരുന്നു? സാധാരണ മുതലപ്പുഴയിലാണ് ഇത്തരത്തിൽ സംഭവിക്കാറുള്ളത്. ഈ മര്യനാട് മുതലപ്പുഴയ്ക്ക് അടുത്തായി വരുന്ന ഭാഗമാണോ? പതിവായി ഇവിടെ അപകടം നടക്കുന്ന സ്ഥലമാണോ? മോത്തി, തീരദേശ മേഖലയിലും ഒപ്പം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലുമൊക്കെ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. പല പ്രദേശങ്ങളിലും വലിയ മഴയില്ലെങ്കിൽ കൂടെ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ. അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ മരം കടപുഴകി വാഹനത്തിന് മുകളിലേക്ക് വീണ ഒരു അപകടം കൂടെ ഉണ്ട്. ഒപ്പം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ന് രാവിലെയും ശക്തമായ കാറ്റിൽ മര്യനാട് ഇത്തരത്തിൽ വെള്ളം മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 6 പേരടങ്ങുന്ന സംഘം മത്സ്യബന്ധനത്തിന് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ ആഴമില്ലാത്ത ഭാഗത്ത് ശക്തമായ കാറ്റിനെ തുടർന്ന് വെള്ളം മറിയുന്നത്. വള്ളത്തിലുണ്ടായിരുന്ന 6 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ബാക്കിയുള്ളവർ നീന്തി കയറുകയും അലോഷ്യസ് എന്ന വ്യക്തി, അലോഷ്യസ് മര്യനാട് അർത്തിയിൽ പുരയിടത്തിൽ വീട്ടിൽ അലോഷ്യസ് ആണ് ഇത്തരത്തിൽ ശക്തമായ തിരയിൽപ്പെട്ട് വെള്ളത്തിൽ വീഴുകയും തുടർന്ന് സുഹൃത്തുക്കൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഒരാൾ കൂടെ വെള്ളത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും രണ്ടുപേരെയും സുഹൃത്തുക്കൾ ചേർന്ന് കരയ്ക്കെത്തിച്ചുവെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് അലോഷ്യസ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും തീരദേശത്ത് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് തന്നെയാണ്. കാരണം മഴക്കാലം കനക്കുന്നതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും തീരദേശ മേഖലയിൽ ശക്തമാണ്. അപ്പം സ്വാഭാവികമായും അവിടെ കടലിലേക്ക് ഇറങ്ങുന്ന മനുഷ്യന്മാർ, ഒപ്പം തന്നെ വിനോദസഞ്ചാരത്തിന് എത്തുന്നവർ, മത്സ്യബന്ധനത്തിന് പോകുന്നവരൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്തായാലും 45 വയസ്സുള്ള അലോഷ്യസ് ആണ് മരിച്ചുവെന്ന വിവരം പുറത്തു വരുന്നത്. മൂർത്തി. ശരി ഗോകുൽ.